Afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Yeah, good afternoon. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഓക്കെ രഞ്ജിത ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് അക്രഡിറ്റേഷൻ ആണ് എടുത്തത് കേട്ടോ. എന്താണ് അക്രഡിറ്റേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അല്ലെ, അത് നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. പേഷ്യൻസിനുള്ള എന്താ പറയുക ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട്, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് അക്രഡിറ്റേഷൻ ബോഡീസ് ആണ് അല്ലെ. ഈ പറയുന്ന ഏതൊക്കെയാണ് അക്രഡിറ്റേഷൻ ബോഡീസ്? ഒരു 4 നമ്മൾ പഠിച്ചു അല്ലെ. ഏതൊക്കെയാണത്? ഒന്ന് NABH അല്ലെ, NABH, പിന്നെ NABL അല്ലെ, NABL, പിന്നെ എന്തായിരുന്നു JCN, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, JCN. ഈ JCN പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് 4th മൊഡ്യൂളില്. അതിനകത്ത് നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് ACHSI കേട്ടോ. ACHSI. ഓക്കെ, അതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഫുൾ ഫോം അടക്കം പഠിക്കണം കേട്ടോ. കൃത്യമായിട്ട് ഫുൾ ഫോം പഠിച്ചു വെക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് പഠിച്ചത് NABH പറ്റിയാണ്. ഓക്കെ, NABH എന്താണെന്ന് നമുക്കറിയാം, ഫുൾ ഫോം അറിയാം. പിന്നെ നമ്മൾ പറഞ്ഞു NABH എന്ന് പറയുമ്പോൾ 4 വർഷം കൂടുമ്പോഴാണത്. ഓക്കെ സുഖാന, JCI നമ്മൾ പറഞ്ഞു കേട്ടോ. JCI ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ അക്രഡിറ്റർ ആയിട്ട് കണക്കാക്കുന്നത്. JCI ആണ് കേട്ടോ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ, NABH പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? NABH ഒരു 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സ്റ്റാൻഡേർഡ്സുകൾ റിവൈസ് ചെയ്യുന്നുണ്ട്. നിലവിൽ പ്രാബല്യത്തിലുള്ളത് 5ാമത്തെ എഡിഷൻ ആണ്. അത് നമ്മൾ പറഞ്ഞു 5th എഡിഷൻ ആണ്. ഇന്ന് തൊട്ടാണ് ഏപ്രിൽ 2020 തൊട്ട് കേട്ടോ. പിന്നെ NABH കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്ത് കാര്യങ്ങൾക്കാണ്? ഈ പറയുന്ന പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി ഓഫ് ദ സർവീസസ്, ഈ 2 കാര്യങ്ങളെയാണ് അതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ NABH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ QCI അല്ലെ, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡിയാണ് അല്ലെ, സ്വയം ഭരണാധികാരമുള്ള ഒരു സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോഡി. ഇതാണ് NABH എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ NABH മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിന് 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, കറക്റ്റ് ആണ് സുഹൈന. പിന്നെ ലെസ് ദാൻ 50 ബെഡ്സ്, 50 ബെഡിൽ കുറവുള്ളത് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും, 50 ബെഡിൽ കൂടുതലുള്ളതാണെങ്കിൽ HCO കേട്ടോ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. പിന്നെ ഈ NABHന്റെ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യാനായിട്ട് NABH തന്നെ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയില് നിയോഗിച്ചിട്ടുണ്ട്. ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ആ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ആരൊക്കെ അംഗങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞത്? ക്ലിനിക്കൽ നഴ്സിംഗ്, അതുപോലെ തന്നെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയകളിലുള്ള ആളുകൾ കേട്ടോ. അത്തരം പ്രൊഫഷണലുകൾ എല്ലാവരും ചേർന്നിട്ടാണ് ഒരു എന്താ പറയാ ടെക്നിക്കൽ കമ്മിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരാണ് NABHന്റെ സ്റ്റാൻഡേർഡ്സുകൾ എല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ഇത് നമുക്ക് നോക്കാം. NABH ഇനി പറയുന്ന കാര്യങ്ങൾ അത് കാണാതെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, കാണാതെ തന്നെ പഠിച്ചു വെക്കണം. അതായത് മെയിൻ പിന്നെ നമ്മൾ പറഞ്ഞ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് കൺസിഡർ ചെയ്യുക. അതായത് ഈ ഗവൺമെന്റിന്റെ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് വരുത്തുന്ന ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പുതിയ നയങ്ങള്, അതുപോലെ തന്നെ പുതിയ ചട്ടങ്ങള്, റെഗുലേഷൻസ്. അപ്പൊ അതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് NABH അതിന്റെ സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നത്? പുറപ്പെടുവിക്കുന്നത് കേട്ടോ. അതൊന്നും ജസ്റ്റ് ആദ്യം മാറ്റി ഇനി പഠിക്കാം നമുക്ക്. മെയിൻ NABH ഗൈഡ് ബുക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഹാസ് എ 10 chapters with 100 standards and 651 objective elements കേട്ടോ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് NABHന്റെ ഗൈഡ് ബുക്ക്, ആ ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 ചാപ്റ്റർ കേട്ടോ. 10 ചാപ്റ്റേഴ്സ് ആണ്. 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ് കേട്ടോ. എത്രയാണ്? 100 സ്റ്റാൻഡേർഡ്സ്.
651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ്. ഒന്നുകൂടെ പറയാണ്, NADH ബുക്കിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. 10 ചാപ്റ്ററുകള്, 100 സ്റ്റാൻഡേർഡുകള്, 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഇനി ഇതിനകത്ത് എന്താണ് സ്റ്റാൻഡേർഡ്, എന്താണ് ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്നുള്ളത് നമുക്ക് അറിയാം. അതൊന്ന് ജസ്റ്റ് അറിയാം. സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. നോക്കിക്ക് ഇവിടെ പറയുന്നുണ്ട്, സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഒബ്ജക്റ്റീവ് ഫോർ ദ പെർഫോമൻസ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിലേ പറഞ്ഞു, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ് അല്ലെ. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളാണ്. അതായത് ഈ പറയുന്ന ആളുകളുടെ ആവശ്യകതകള് നിറവേറ്റുന്നത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി അവിടെ എഴുതിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു സെറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ്. പെർഫോമൻസ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആളുകളുടെ റിക്വയർമെന്റ്സ് ആണ്, അവരുടെ നീഡ്സ് ആണ് കേട്ടോ. ആളുകളുടെ ആവശ്യകതകൾ, അവരുടെ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ഒബ്ജക്റ്റീവ്സ്, ദാറ്റ് മീൻസ് ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതാണ് ഇലമെന്റ്സ്. നമ്മൾ പറഞ്ഞില്ല 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് കം അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് ആർ യൂസ്ഡ് ടു ഒബ്സർവ് ദ പെർഫോമൻസ്. അതായത് നമ്മൾ ഓരോ സ്റ്റാൻഡേർഡുകളും മെഷർ ചെയ്യാനായിട്ട്, അളക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസുകളെയാണ് ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് ഓരോ സ്റ്റാൻഡേർഡുകളെയും നമുക്ക് എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം കമ്പോണൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു, ഇപ്പൊ പേഷ്യന്റ് സേഫ്റ്റി അതൊരു സ്റ്റാൻഡേർഡ് ആണ്. ഹോസ്പിറ്റൽ മസ്റ്റ് ഇൻഷുർ ദ പേഷ്യന്റ് സേഫ്റ്റി. ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും എന്താണ്? പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണെന്ന് ഇരിക്കുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ആ ഒരു സ്റ്റാൻഡേർഡിനെ നമുക്ക് ഒബ്സർവ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു 3 കമ്പോണന്റുകൾ ഉപയോഗിക്കും. ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ 3 എന്താ പറയുക കമ്പോണന്റ്. അല്ലെങ്കിൽ നമുക്ക് ആ പേഷ്യന്റ് സേഫ്റ്റിക്കായിട്ട് കൃത്യമായിട്ടുള്ള ഒരു പോളിസി ആ ഒരു ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ, കൃത്യമായിട്ടൊരു പേഷ്യന്റ് സേഫ്റ്റിയെ സംബന്ധിക്കുന്ന ഒരു രേഖാമൂലമുള്ള ഒരു പോളിസി ആ ഹോസ്പിറ്റലിലുണ്ടോ, അത് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പേഷ്യന്റിന്റെ സേഫ്റ്റിക്കായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ടോ, അത് നമുക്ക് നോക്കാം. അത് വെച്ച് നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് സേഫ്റ്റി ഡ്രിൽസ്, എക്സസൈസുകളൊക്കെ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ. അങ്ങനെ 3 കമ്പോണന്റുകൾ പറഞ്ഞ ആ കമ്പോണന്റുകൾ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു പേഷ്യന്റ് സേഫ്റ്റി എത്രത്തോളം ആ ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പേഷ്യന്റ് സേഫ്റ്റി ഒരു സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 കമ്പോണന്റുകൾ, ആ ഒരു കമ്പോണൻസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വെച്ചാൽ ഓക്കെ, അതാണ് ഇവിടെ പറയണേ. ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ആർ യൂസ്ഡ് ടു ഒബ്സർവ് ദ പെർഫോമൻസ്. ഇനി പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആണ്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. നമ്മളിൽ 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിനെ പറ്റി പറഞ്ഞില്ലേ? ഈ 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് അറിയോ 4 കാറ്റഗറി? ഫസ്റ്റ് വൺ പറയുന്നത് കോർ കാറ്റഗറിയാണ്. ഇതാണ് കോർ കാറ്റഗറി കേട്ടോ, കോർ കാറ്റഗറി. രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി. ഇതാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി. മൂന്നാമത്തത് വന്നിട്ട് അച്ചീവ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് എക്സലൻസ് കാറ്റഗറി, എക്സലൻസ് കാറ്റഗറി. ഓക്കെ, അപ്പൊ 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? കോർ കാറ്റഗറി, പിന്നെ കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി, ആൻഡ് ഫൈനൽ ഏതാണ്? എക്സലൻസ് കാറ്റഗറി. അപ്പോ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്, 1 or 2 are in core category which are necessarily judged during each assessment. എന്താണ് പറയുന്നത്? 651 102 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിന് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് എടുത്തിരിക്കുന്നത്? കോർ കാറ്റഗറിയാണ്. കോർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? which are necessarily judged during each assessment. അതായത് നമ്മുടെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള അസസ്മെന്റിന്റെ ഓരോ ഘട്ടത്തിലും
ഓക്കെ, അസസ്മെന്റ് വേണം, നമുക്ക് അംഗീകാരം ലഭിക്കണം അല്ലെ, അക്രഡിറ്റേഷൻ ആയിട്ടുള്ള ഓരോ ഘട്ടത്തിലും ഈച്ച് സ്റ്റെപ്പിലും ഓക്കെ ഓരോ ഘട്ടത്തിലും നമ്മൾ അസസ് ചെയ്യേണ്ട വിലയിരുത്തേണ്ട 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് അക്രഡിറ്റേഷൻ ആയിട്ടുള്ള അതിന്റെ ഓരോ ഘട്ടത്തിലും, അതാണ് ഈച്ച് അസസ്മെന്റ് എന്ന ഓരോ ഘട്ടത്തിലും വിലയിരുത്തേണ്ട 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, 459 are in commitment category ആണ്. 459 are in commitment category which will be judged during the final assessment. പിന്നെ 459 എണ്ണത്തിനെ നമ്മൾ ഏതിലും എടുത്തിരിക്കുന്നത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയാണ്. കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് വിൽ ബി ജഡ്ജ്ഡ് ഡ്യൂറിംഗ് ദ ഫൈനൽ അസസ്മെന്റ്. അതായത് അക്രഡിറ്റേഷന്റെ അവസാന ഘട്ടത്തിൽ ഫൈനൽ അസസ്മെന്റ് സമയത്ത് അസസ് ചെയ്യേണ്ട 459 ഇലവൻസിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി തയ്യാറാക്കിയിരിക്കുന്നത് അവസാന ഘട്ടം. പിന്നെ വരുന്നത് 60 are in achievement category which will be estimated during the surveillance assessment. പിന്നെ 60 എണ്ണത്തിന് നമ്മൾ അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് വിൽ ബി എസ്റ്റിമേറ്റഡ് ഡ്യൂറിംഗ് ദ സർവൈലൻസ് അസസ്മെന്റ്. അതായത് അക്രഡിറ്റേഷൻ ആ പ്രോസസ്സ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ അക്രഡിറ്റേഷന്റെ പ്രോസസ്സ് നടക്കുന്നതിനോടൊപ്പം തന്നെ അസസ് ചെയ്തു പോവേണ്ട ഒരു 60 എലമെന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അച്ചീവ്മെന്റ് കാറ്റഗറി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതല്ലാണ്ട് ഓരോ ഘട്ടത്തിലോ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലോ അല്ല, അക്രഡിറ്റേഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ അസസ് ചെയ്തു പോവേണ്ട ഒരു 60 എണ്ണം ഉൾപ്പെടുത്തിയതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് 30 ആണ്. 30 are in excellence category which will be assessed during the re-accreditation. Re-accreditation സമയത്ത് ഓക്കെ ഒരു നമ്മൾ അക്രഡിറ്റേഷന് പോയി അത് പിന്നീട് ചിലപ്പോൾ കിട്ടിക്കാണില്ല, അപ്പൊ നമ്മൾ റീ അക്രഡിറ്റേഷന് വീണ്ടും ഒരു അക്രഡിറ്റേഷന് വേണ്ടി ട്രൈ ചെയ്യും. അപ്പൊ ആ ഒരു റീ അക്രഡിറ്റേഷൻ സമയത്ത് അസസ് ചെയ്യേണ്ട ഒരു 30 എലമെന്റ്സ് ഉൾപ്പെടുത്തിയതാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. വേറെ ഒന്നും അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് തരാനില്ല. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അതിനെതിരെ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. 102 എണ്ണത്തില് നമ്മൾ എടുത്തേക്കുന്ന കോർ കാറ്റഗറി. കോർ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്രഡിറ്റേഷൻ ആയിട്ടുള്ള ഓരോ ഘട്ടത്തിലും അസസ് ചെയ്യേണ്ട വിലയിരുത്തേണ്ട 102 എലമെന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ട് കോർ കാറ്റഗറി തയ്യാറാക്കി. 459 എലമെന്റ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റ്മെന്റ് കാറ്റഗറി. കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാല് അത് അക്രഡിറ്റേഷന്റെ അവസാന ഘട്ടത്തിലാണ് അസസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയാണ്. അത് വന്നിട്ട് എന്താണ്? സർവൈലൻസ് അസസ്മെന്റ്. സർവൈലൻസ് മീൻസ് ഒബ്സർവ് ചെയ്യാം. സർവൈലൻസ് ക്യാമറ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അതായത് CCTV ക്യാമറ എന്ന് പറയല്ലേ, സർവൈലൻസ് ക്യാമറ. എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അസസ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ അക്രഡിറ്റേഷനോടൊപ്പം തന്നെ അസസ് ചെയ്യേണ്ട 60 എലമെന്റ്സ് ആണ് അച്ചീവ്മെന്റ് കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലാസ്റ്റ് വൺ 30 എക്സലൻസ് കാറ്റഗറി ആണ്. അത് റീ അക്രഡിറ്റേഷൻ സമയത്താണ് അസസ് ചെയ്യുന്നത്. ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 651 എണ്ണം കിട്ടൂല. നിങ്ങൾക്ക് 651 എണ്ണം കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പോയോ എല്ലാവരും? ഉറങ്ങിപ്പോയോ? ഒന്നിനും കാണുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? ശരി, ഉറങ്ങാണോ? ക്ലാസ് കേട്ടിട്ട് ബോറിംഗ് ആണോ? ഓക്കെ, അടുത്തത് കേട്ടോ. ചാപ്റ്റർ അങ്ങനെ ആയതുകൊണ്ടാണ്, എന്റെ കുഴപ്പമുണ്ടല്ല. ഓക്കെ കേട്ടോ. NABH സ്റ്റാൻഡേർഡ്സ്. ഇനി നമുക്ക് NABH സ്റ്റാൻഡേർഡ്സിലേക്ക് കിടക്കാം. നമ്മൾ പഠിച്ചു ഒരു 100 സ്റ്റാൻഡേർഡുകൾ ഉണ്ട് അല്ലെ. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സ്റ്റാൻഡേർഡുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. നോക്കിക്കേ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് മാത്രം ബോറിംഗ് ഇല്ല, നോമ്പിന്റെ ശീലമാണ്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞത്, വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് മെസ്സേജ് കാണുമ്പോ ആരൊന്നും ഇടുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. കാര്യം ഞാനും നിങ്ങൾ കാണുന്നില്ല, ഞാനിങ്ങനെ ഒരു സ്ക്രീനിന്റെ മുകളിൽ നോക്കിയ ക്യാമറയിൽ നോക്കി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഞങ്ങൾ കാണുന്നുണ്ട്. ശരി, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ,
ഫസ്റ്റ് നോക്കിയേ, പേഷ്യന്റ് സെന്റേർഡ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ്, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്നാണ്. അപ്പൊ രോഗിക്കാണ് അവിടെ അൾട്ടിമേറ്റ് ഫോക്കസ് കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങളുടെ മനസ്സിലായി. അതിന്റെ ഫുൾ ഫോമുകളാണ് നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുന്നത് കേട്ടോ. ഫുൾ ഫോം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. നോക്കിക്കേ, ഫസ്റ്റത്തത് AAC. എന്താണ് AAC എന്ന് പറഞ്ഞാല്? ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ. എന്താണ്? ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ. അതാണ് AAC എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ പറയുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുകളാണ്. ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ. ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അതായത് എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും എന്താണ്, ഒരു ക്വാളിറ്റി കെയർ ലഭിക്കണം, ആക്സസ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് ഒരിക്കലും അവിടെ കുറച്ചു പേർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ചു പേർക്ക് ലഭിക്കുന്നുണ്ട്, കുറച്ചു പേർക്ക് കിട്ടുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അവിടെ രോഗികൾ എന്ന് പറയുമ്പോൾ അവിടെ കാസ്റ്റോ, കമ്മ്യൂണിറ്റിയോ, മറ്റേ എക്കണോമിക്കോ അതൊന്നും അവിടെ വിഷയമല്ല. എല്ലാവർക്കും ക്വാളിറ്റി ഓഫ് കെയർ എന്തായിരിക്കണം? ആക്സസിബിൾ ആയിരിക്കണം. അവർക്ക് അത് ലഭിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ആക്സസ് അതാണ്. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ കേട്ടോ. അതാണ് AAC എന്ന് പറയുന്നത്. രണ്ടാമത്തത് കെയർ ഓഫ് പേഷ്യന്റ്, COP കേട്ടോ. കെയർ ഓഫ് പേഷ്യന്റ്, അതായത് പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സുകളാണ്. അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM. എന്താണ്? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നുകളുടെ ആ ഒരു മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ മരുന്ന് കൊടുക്കണം, ഏത് രീതിയിൽ മരുന്നുകൾ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ഇതിലെല്ലാത്തിനും അൾട്ടിമേറ്റ് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യന്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കൂ, PRE. എന്താണ് PRE എന്ന് പറഞ്ഞാല്? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ കേട്ടോ. രോഗികളുടെ അവകാശങ്ങള്, അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ മീൻസ് ഇൻ ദ സെൻസ് അവിടെ ഉദ്ദേശിക്കുന്ന അവർക്ക് കൊടുക്കുന്ന ആ ഒരു കൗൺസിലിംഗ്, അതൊക്കെയാണ് കേട്ടോ. അവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ പേഷ്യന്റിന്റെ അവകാശങ്ങൾ, എഡ്യൂക്കേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റാൻഡേർഡ്സുകള്. പിന്നെ HIC എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന അണുബാധ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ 5 എണ്ണമാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് AAC, ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ. COP, കെയർ ഓഫ് പേഷ്യന്റ്. MOM, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. PRA, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. HIC, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. അടുത്തതാണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് ആ ഒരു ഓർഗനൈസേഷൻ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണ് കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ എന്നാണ് പറയുന്നത് കേട്ടോ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കേട്ടോ. പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ. പിന്നെ എന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയെ സംബന്ധിക്കുന്ന സ്റ്റാൻഡേർഡുകൾ. അടുത്തത് FMS. FMS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. നമ്മുടെ ഹോസ്പിറ്റലില് ഒരുപാട് ഫെസിലിറ്റികൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ പേഷ്യൻസിന്. ഫിസിക്കൽ ആയിട്ടുള്ള എത്രയോ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് നമ്മള്. ഇപ്പോ ഇലക്ട്രിസിറ്റി, അതുപോലെ AC ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. റൂമിലാണെങ്കിൽ TV, ടെലിഫോൺ കണക്ഷൻസ്, ഇന്റർനെറ്റ് കണക്ഷൻസ്, ഇതൊക്കെ ഓരോ ഫെസിലിറ്റികളാണ്. ഇത്തരത്തിലുള്ള ഫെസിലിറ്റികളുടെ മാനേജ്മെന്റ്, അതിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ കേട്ടോ. അടുത്തതാണ് HRM. HRM എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. അതായത് ആ ഒരു യോഗ്യരായിട്ടുള്ള സ്റ്റാഫുകൾ അവിടെ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അവർക്ക് വേണ്ട പരിശീലനങ്ങളും അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ കൊടുക്കണം. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റ് HRM. അടുത്തതാണ് IMS. IMS എന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇതെല്ലാം എന്നതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പോലെയാണ് അല്ലെ. നമുക്കറിയാം ഇന്ന് ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രൊസീജിയറുകളായിക്കോട്ടെ, എല്ലാ പ്രോസസ്സുകളും കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നതും മോണിറ്റർ ഒക്കെ ചെയ്യുന്നത് നമ്മൾ IT-യുടെ സഹായത്തോടെയാണ് അല്ലെ. ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റമാണ് കേട്ടോ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇതൊക്കെ എന്താണ്? ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. മനസ്സിലാക്കി വെക്കാൻ അതിന്റെ ഫുൾ ഫോമുകളൊക്കെ ചിലപ്പോ ചോദിക്കാം. ഓക്കെ,
അപ്പൊ അത്രയും ക്ലിയർ ചെയ്ത് വെക്കാം. അടുത്തിലോട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. എന്താണ് NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്? ഇനി ഒരു NABHന്റെ അക്രഡിറ്റേഷൻ ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ ഏതൊക്കെയാണ്? NABHന്റെ അംഗീകാരം, NABH സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ ഏതൊക്കെയാണ്? എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ഒരു NABHന്റെ സ്റ്റാൻഡേർഡ് ആശുപത്രിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിനകത്ത് ഒരു 10 പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, 10 എണ്ണം വരുന്നുണ്ട്. ഈ 10 എണ്ണത്തിനും ഓരോന്ന് സബ് ഡിവൈഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് മാനുവൽ ആണ് കേട്ടോ. നമ്മൾ പഠിക്കുന്നത് NABHന്റെ സ്റ്റാൻഡേർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സുകളാണ് ആവശ്യമായിട്ടുള്ളത്, ഒരു ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെന്റേഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ ഫസ്റ്റ് വരുന്നത് മാനുവൽ ആണ്. മാനുവൽ എന്താണ്? മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഡോക്യുമെന്റേഷൻ തന്നെയാണ്, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ് കേട്ടോ. വളരെ വിപുലമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ്. അത് വന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും പ്രോട്ടോകോൾസുകളൊക്കെ വിശദമാക്കുന്ന ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷനെയാണ് നമ്മൾ മാനുവൽ എന്നാണ് പറയുക കേട്ടോ. അപ്പൊ മാനുവലിനകത്ത് എന്താണ് പറയുന്നത്? ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. 3 കാര്യങ്ങളാണ്: ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. ഈ 3ഉമായിട്ടും ബന്ധപ്പെട്ട മാനുവൽസുകൾ എവിടെ ഉണ്ടായിരിക്കണം? ഒരു ഹോസ്പിറ്റലില് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഒരു മിനിറ്റ്. അപ്പൊ 3 കാര്യങ്ങളാണ്: ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ കേട്ടോ. ഒന്നാമത് ഗുണനിലവാരമുള്ള ഒരു പരിചരണം, രോഗിയുടെ സുരക്ഷിതത്വം, പിന്നെ അണുബാധ നിയന്ത്രണം. ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ട മാനുവലിന് എവിടെ ഉണ്ടായിരിക്കണം? ഒരു ഹോസ്പിറ്റലില് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കൂ. ദീസ് 3 മാനുവൽസ് മസ്റ്റ് ബി അസസ്ഡ് ആൻഡ് റിവൈസ്ഡ് എവരി ഇയർ. ഈ പറയുന്ന 3 മാനുവലുകൾ എന്താണ്? എല്ലാ വർഷവും എവരി ഇയർ എന്ത് ചെയ്യണം? അസസ് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 3 മാനുവലുകളാണ്: ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ കേട്ടോ. ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ട മാനുവലുകൾ നിർബന്ധമായിട്ടും ഓരോ വർഷം വിലയിരുത്തേം വേണം, അത് റിവൈസ് ചെയ്യാൻ വേണം കേട്ടോ. ഓക്കെ, അതാണ് ഒരു റിക്വയർമെന്റ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തത് കമ്മിറ്റീസ് ആണ്. ചില കമ്മിറ്റികൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ഏതൊക്കെ കമ്മിറ്റികളാണെന്ന് നോക്കി അതൊന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റേ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ പഠിച്ചില്ലേ? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയെ പറ്റി പഠിച്ചില്ലേ? അതൊരു ഹോസ്പിറ്റൽ അത്യാവശ്യം വേണ്ട കമ്മിറ്റിയാണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, കോഡ് ബ്ലൂ കമ്മിറ്റി. നിങ്ങൾ കോഡ് ബ്ലൂ എന്ന് കേട്ടിട്ടുണ്ടോ? പഠിച്ചില്ലേ നിങ്ങൾ? കോഡ് ബ്ലൂ എന്താണ്? എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഹോസ്പിറ്റൽ കോഡാണ് കേട്ടോ. കോഡ് ബ്ലൂ പ്രത്യേകിച്ച് ഈ കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് ആയിട്ടൊക്കെ വരുന്ന പേഷ്യൻസ്, എമർജൻസി സിറ്റുവേഷനിലൊക്കെ വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവരെ എത്രയും പെട്ടെന്നുള്ള ഇമീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹോസ്പിറ്റൽ കോഡാണ് കേട്ടോ. കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുമ്പോൾ, എന്തെങ്കിലും റെസ്പിറേറ്ററി അറസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു പേഷ്യന്റിന് വളരെ ഇമീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് കേട്ടോ. കോഡ് ബ്ലൂ എന്നാണ് ഇത് പറയുക കേട്ടോ. കോഡ് ബ്ലൂ കമ്മിറ്റി, അങ്ങനെ ഒരു കമ്മിറ്റി വേണം. പിന്നെന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി വേണം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചതല്ലേ? ബ്ലഡ് ബാങ്കിലെ ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ? വളരെ സേഫ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ അതിന് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിലൂടെ ഒരുപാട് രോഗങ്ങൾ സ്പ്രെഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം കേട്ടോ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. പിന്നെ എന്താണ്? മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി. മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ, മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ പഠിച്ചതാണ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സ് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ എന്താ പറയുന്നത്? ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. ഗ്രീവൻസ് എന്ന് വെച്ചാൽ പരാതികളാണ് കേട്ടോ. എന്താണ് ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ? പരാതികളാണ് കേട്ടോ. അച്ചടക്ക നടപടികളും പരാതി പരിഹാര കമ്മിറ്റികളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം.
ഓക്കെ, ഈ പറയുന്ന അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനായിട്ട് ഏതെങ്കിലും സ്റ്റാഫുകൾ വേണ്ടത്ര നല്ല രീതിയിൽ ഒരു ഫോളോ ചെയ്യുന്നില്ല, പ്രൊസീജിയറുകൾ പോളിസികൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അച്ചടക്ക നടപടികൾ അവർക്കെതിരെ. അപ്പൊ അങ്ങനെയുള്ളതും പരാതി പരിഹാര കമ്മിറ്റികളും ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ, അതായത് ആ ഒരു ഹോസ്പിറ്റലിനകത്ത് തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പൊ സ്റ്റാഫുകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം, ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളായിരിക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഒരു ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിയും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഏതൊക്കെ കമ്മിറ്റികളാണ് നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, കോഡ് ബ്ലൂ കമ്മിറ്റി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, ഡിസിപ്ലിനറി ആൻഡ് ഗ്രൈവൻസ് ഹാൻഡിൽ കമ്മിറ്റി ആൻഡ് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഇത്രയും കമ്മിറ്റികൾ ഉണ്ടായിരിക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റി, ഒരു ഹോസ്പിറ്റലിൽ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കേണ്ട കമ്മിറ്റികളാണ്. അപ്പൊ മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ റിക്വയർമെന്റ് നമ്മൾ പറഞ്ഞ മാനുവൽസ് ആണ് അല്ലെ, അതായത് ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ, ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ട മാനുവൽസ് അവിടെ ഉണ്ടായിരിക്കണം. ഉണ്ടായാൽ മാത്രം പോരാ, ഈ മാനുവൽസുകൾ ഓരോ വർഷം കൂടുമ്പോഴും റിവൈസ് ചെയ്യണം, അത് അസസ് ചെയ്യണം, വിലയിരുത്തണം. പിന്നെ നമ്മളൊരു കമ്മിറ്റി, ഏകദേശം 8 കമ്മിറ്റികൾ അതിനകത്ത് പറയുന്നത്, ഇത് മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ പരാതി ഞാൻ പറഞ്ഞിരുന്നു, ഗ്രീവൻസ് പരാതികൾ. ഓക്കെ, ഈ വാക്ക് നമ്മൾ വേറൊരു സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഒന്നും ഓർമ്മയില്ല. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഗ്രീവൻസ്. അടുത്തത് ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ റിക്വയർമെന്റ് ആണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് എവിടെയും വരുന്നുണ്ടെന്ന് അറിയോ? ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തും വരുന്നുണ്ട്. 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അഥവാ KPI എന്നാണ് പറയാ കേട്ടോ. എന്താണ് പറയാ? KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ആ പേരിൽ തന്നെ കിടക്കുന്നുണ്ട്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്, ആ പേരിലുണ്ട്. പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആശുപത്രിയുടെ പെർഫോമൻസ് അല്ലെ, അവരുടെ ഒരു പ്രകടനം, അത് നമ്മൾ വിലയിരുത്താനായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനായിട്ട്, മെഷർ ചെയ്യാനായിട്ട്, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങള്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പെർഫോമൻസിനെ അളക്കാനാണ് അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് അല്ലെ, ആ ഒരു പെർഫോമൻസ് മെഷർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങളെയാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മള് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി പഠിച്ചത് ഓർമ്മയുണ്ടോ? അതിനകത്ത് ഒരു 10ാമത്തെ പോയിന്റ് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI അവിടെ പറഞ്ഞിട്ടുണ്ട്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഇതാണ് കേട്ടോ. അതൊരു 32 എണ്ണം ഉണ്ട്, അത് 32 എണ്ണം ഉണ്ട് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നോക്കാം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ 32 മാൻഡേറ്റഡ് ബൈ ദ NABH കേട്ടോ. NABH നിർബന്ധമാക്കിയിട്ടുള്ള 32 ഇൻഡിക്കേറ്റേഴ്സുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ തന്നെ പഠിച്ചു പോയിട്ട് എളുപ്പമുള്ള കാര്യമാണ്. ഈ സെയിം കാര്യം തന്നെയാണ് എവിടെ വരുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഒരു പെർമിഷൻ എടുത്തിട്ട് ചെയ്യാന്ന് ഓർത്തിട്ടാണ്. നമ്മൾ ഈ ക്വാളിറ്റി അഷുറൻസ് ചാപ്റ്റർ എടുത്ത് തീർന്നു കഴിഞ്ഞാല് 4th മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ട് അത് എടുക്കട്ടെ ഞാൻ. അതെന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കണ്ടിന്യൂ, ഇത് പഠിച്ചിട്ട് അത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യൂ കേട്ടോ. ടഫ് ആണോന്ന് വെച്ചാൽ ടഫ് ഒന്നുമല്ല, ഇതൊക്കെ തന്നെ അവിടെ പറയുന്നത്. ചെറിയൊരു കുറച്ചൊക്കെ ഇതിന്റെ കാൽക്കുലേഷൻസ് ആണ് അവിടെ വരുന്നത്. നമ്മൾ ഈ പറയുന്ന 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇതിവിടെ പേര് മാത്രമേ പറയുന്നുള്ളൂ, അവിടെ നമ്മൾ അതിന്റെ കാൽക്കുലേഷൻസും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ ഈ ഒരു ചാപ്റ്ററും ആ ചാപ്റ്ററും ഞാൻ തന്നെ എടുക്കുന്നത്. അപ്പോ അതൊന്നും പരസ്പരം എന്താണ്, കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് പഠിപ്പിച്ചിട്ട് അത് പഠിപ്പിക്കണേ നിങ്ങൾക്ക് മറന്നും പോവില്ല, അങ്ങനെ ഒരു വന്നു എനിക്ക്. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായമൊന്നുമല്ല, നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ എന്താ പറയാനാന്ന് വെച്ചാൽ, ഞാൻ 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് 4th കടക്കാന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ ചാപ്റ്റർ ഇങ്ങനെ കണക്റ്റഡ് ആയി എന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ.
ഓക്കെ, കണക്റ്റഡ് ആണെങ്കിൽ അതിൽ അതെ അതാണ് നല്ലത്. അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഞാനിത് എടുത്ത് മറ്റുള്ള കുറെ ചാപ്റ്റർ കഴിഞ്ഞ് പിന്നെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു പാക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു തോന്നണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ആലോചിച്ചിട്ട് മറുപടി അറിഞ്ഞാൽ മതി. അതൊക്കെ ആലോചിച്ച് സമയം എടുത്ത് ആലോചിച്ച് മറുപടി അറിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ശരി. ഇതൊന്നും നിങ്ങളോട് ചോദിച്ചത് മാത്രം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവും അറിയാം, ഞാൻ പുറത്തിൽ കയറി എടുക്കുമ്പോൾ അയ്യോ ഇത് തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടല്ല പിന്നെ എന്ത് പുറത്തിൽ പോയി എടുക്കുന്നൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ ഓക്കെയാണ്. ഓക്കെ, അത് നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തായാലും ഞാൻ തന്നെയാണ് എടുക്കുന്നത്, അപ്പൊ പിന്നെ കുഴപ്പമില്ല. നോക്കട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ 32 മാൻഡേറ്റഡ് ബൈ NABH കേട്ടോ. അതായത് NABH നിർബന്ധമാക്കിയിട്ടുള്ള ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് അതിന് വേറൊരു പേരും കൂടെ പറയും കേട്ടോ. എന്താണെന്നറിയോ പറയാ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. നമ്മളവിടെ ക്വാളിറ്റിയിലെ നമ്മൾ മെഷർ ചെയ്യുന്നത് അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കേട്ടോ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ 32 ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരെണ്ണം കേട്ടോ. ഫസ്റ്റ് വൺ ഇതാണ്. ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. എന്താണ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്? ഇൻഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യൻസ് ആണ് കേട്ടോ. വിറ്റാവുന്ന പേഷ്യൻസ് തന്നെയാണ് കേട്ടോ ഇൻഡോർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ പറയുന്ന ഇൻപേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന് എടുത്ത സമയം, അതൊരു സൂചകമാണ്. ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. എന്ത്? ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് കേട്ടോ. അതായത് ഇൻപേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം, അതൊരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടൈം ലാഗ് ആവാതെ എത്രയും പെട്ടെന്ന് ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തണം. അതൊരു നിർബന്ധമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു രോഗി അഡ്മിറ്റ് ആവാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്. ഒരു 10 മണിക്ക് അഡ്മിറ്റ് ആയ ഒരു വ്യക്തി ഒരു 10:15 ഒരു 10:15 നേഴ്സ് വന്നിട്ട് അവരുടെ ഇനീഷ്യൽ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 10:45 കൂടിയിട്ട് അവരുടെ അസസ്മെന്റ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ ടോട്ടൽ ടൈം ടേക്കൺ എത്രയാ? 30 മിനിറ്റ് അല്ലേ എടുത്ത്? 10:15 തുടങ്ങി അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 10:45 10:45 ആയി കഴിഞ്ഞപ്പോൾ ഒരു ഇനീഷ്യൽ അസസ്മെന്റ്, ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ആരോഗ്യയില് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ആ ടൈം ടേക്കൺ എത്ര? 30 മിനിറ്റ്. അപ്പൊ ആ ഒരു ടൈമിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എല്ലാത്തിലും ഒരുപോലെ ആവണമെന്നില്ല. അതായത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇനീഷ്യൽ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം ആണല്ലോ അതിന്റെ ക്വാളിറ്റിയിൽ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരുപാട് സമയം എടുത്ത് നമ്മൾ ഇനീഷ്യൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തുകയല്ല വേണ്ടത്. എത്രയും ഒരു രോഗി അഡ്മിറ്റ് ആയാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രൊസീജിയറുകൾ നമുക്ക് അധികം ടൈം കൺസ്യൂമിങ് അല്ലാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്താണ്? ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് കേട്ടോ. ഇൻഡോർ മീൻസ് ഇൻ പേഷ്യൻസ് ആണ്, അഡ്മിറ്റ് ആയ പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുത്ത സമയം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരെണ്ണം കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ നോക്കിക്കേ, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഇതാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് എടുത്തിട്ടുള്ള സമയം. ഞങ്ങൾ ഡിസ്ചാർജ് പ്രോസസ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഡിസ്ചാർജിന് സെവറൽ സ്റ്റെപ്സ് ഉണ്ട് അല്ലെ. ഡിസ്ചാർജ് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണോ? അല്ല, കുറച്ച് സ്റ്റെപ്സുകളുണ്ട് അല്ലെ. സെവറൽ സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് ഡിസ്ചാർജ് പ്രോസസ് നടത്തുന്നത്. അപ്പോ ഈ ഒരു ഡിസ്ചാർജിന് എടുക്കുന്ന സമയം എത്രയാണ്? അതൊരു ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അധികം ടൈം ലാഗ് വരരുത്. നമ്മൾ ഇതൊക്കെ എന്തിനെ മെഷർ ചെയ്യുന്ന? ക്വാളിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ ഇതെല്ലാം കറക്റ്റ് ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് അത്രയും നല്ല പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അപ്പൊ ആ ടൈമിൽ വരുന്ന വേരിയേഷൻസ് ആണ് ഇവിടെ നമ്മൾ കണക്കിലാക്കുന്നത് കേട്ടോ. എന്താണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്? ഡിസ്ചാർജിന് എടുത്ത സമയം, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ മൂന്നാമത്തെ നോക്കിക്കേ, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. എന്താണ് പറയുന്നത്? ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. അപ്പൊ നമുക്ക് അറിയാത്തൊരു കാര്യം ഇവിടെ കിടക്കും. എന്താണ് ഈ പ്രഷർ അൾസർ? എന്താണ് ഈ പ്രഷർ അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രഷർ അൾസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെഡ് സോർ എന്നൊക്കെ പറയാം കേട്ടോ. ബെഡ് സോർ അതായത് നമ്മളിങ്ങനെ കുറെ നേരത്തോളം ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന സമയത്ത്, കുറെ നേരത്തോളം നമ്മളിങ്ങനെ ബെഡിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ആ സ്കിന്നിന്റെ ഭാഗം ഇങ്ങനെ ബെഡിൽ നിന്ന് അമരും. ഒരുപാട് നേരം ഇങ്ങനെ അമർന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാവാനിടയുള്ള ചില ഇഞ്ചുറീസ് ആണ്.
പരിക്കുകൾ, ചില മുറിവുകൾ, പ്രത്യേകിച്ച് നമ്മൾക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് കിടപ്പ് രോഗികളൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ അറിയാൻ പറ്റും. അവരിങ്ങനെ എന്താ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ, ഇങ്ങനെ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അവരുടെ ശരീരത്തിലൊക്കെ എന്ത് വരും, വ്രണങ്ങളൊക്കെ വരാറില്ലേ? കാര്യം അവര് ആ ഒരു ഇത് വിട്ട് അവര് എണീക്കുന്നില്ല, ആ ഒരു ബെഡിൽ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ഈ വാട്ടർ ബെഡ് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാനൊക്കെയുള്ള കാരണം അതാണ്. നമ്മളിങ്ങനെ ബെഡിൽ കുറെ നാളുകളോട് ഇങ്ങനെ കിടക്കുമ്പോൾ ആ ബെഡിന്റെ മെറ്റീരിയൽ സ്കിന്നുമായിട്ട് ഇങ്ങനെ അമരുന്ന സമയത്ത് അവിടുത്തെ സ്കിന്നുകളും ടിഷ്യൂസുകളൊക്കെ നശിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ കാലം എടുക്കുമ്പോൾ. ഓക്കെ, അപ്പൊ എന്തുണ്ടാന്ന് വെച്ചാൽ അവിടത്തേക്കുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ ഉണ്ടല്ലോ, ആ ബ്ലഡ് ഫ്ലോ കുറയും, ആ രക്തവിതരണം കുറയും. അപ്പൊ അവിടെ ഇങ്ങനെ പൊട്ടാൻ, അതായത് ഈ പറയുന്ന വ്രണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെയാണ് നമ്മള് പ്രഷർ അൾസർ, പ്രഷർ പോലും ഉണ്ടാകുന്നത്. കുറെ നാളുകളോളം ആ ഒരു സ്കിന്ന് ആ ബ്ലഡിന്റെ പ്രതലമായിട്ട് ഇങ്ങനെ ടച്ച് വരുമ്പോൾ ആ ഒരു പ്രഷർ മൂലം ഉണ്ടാവുന്ന മുറിവുകളാണ് കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ബെഡ് സോർ എന്നാണ് പറയുന്നത്, ബെഡ് സോർ കേട്ടോ. ഈ ഒരു പ്രഷർ അൾസർ അത് അഡ്മിഷൻ സമയത്ത് ഉണ്ടാവണമെന്നില്ല. അഡ്മിഷൻ എടുത്തതിന് ശേഷം ഈ രോഗികളില് പ്രഷർ അൾസേഴ്സ് ഉണ്ടാകുന്ന സംഭവങ്ങളുടെ ഒരു നിരക്ക്, എത്രത്തോളം പ്രഷർ അൾസേഴ്സ് കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതൊക്കെ പറഞ്ഞൊരു നല്ല സൂചനയില്ല അല്ലെ. പ്രഷർ അൾസേഴ്സ് വരിക എന്ന് പറഞ്ഞാല് അതൊരു നല്ല ക്വാളിറ്റി പരിചരണം കൊടുക്കുന്നില്ല എന്നതിന്റെ ഒരു സൂചനയാണിത്. ഓക്കെ, ഒരു സൈനാണ്. നല്ലൊരു കെയർ അവിടെ കിട്ടുന്നില്ല, ക്വാളിറ്റി കെയർ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ പ്രഷർ അൾസേഴ്സ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ആ രീതിയിൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ പ്രഷർ അൾസേഴ്സ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന പോലെ അതിനെ ചികിത്സിക്കാൻ വേണ്ടി പിന്നെ കൂടുതൽ നാള് വീണ്ടും ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. അത് കുറെ പൈസ ചെലവിന് കാരണമാകും. പേഷ്യൻസിനാണെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്കും കുറെ ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അതൊക്കെ ഒരു ക്വാളിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. വേണ്ടത്ര ക്വാളിറ്റി കെയർ കൊടുക്കുന്നില്ലാത്ത സമയത്താണ് ഇങ്ങനെയുള്ള പ്രഷർ അൾസേഴ്സ് ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ടാവും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. അഡ്മിഷന്റെ സമയത്ത് ഉണ്ടാവില്ല, പക്ഷെ അഡ്മിഷൻ എടുത്ത് പിന്നെ അവിടെ ചികിത്സയിൽ ഇരിക്കുന്ന സമയത്ത് പ്രഷർ അൾസേഴ്സ് വന്നിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള കേസുകളുടെ റേറ്റ് ആണ് പറഞ്ഞത്. അതിന്റെ ഒരു നിരക്കാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? അതായത് ഒരു അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ പ്രാഥമിക വിലയിരുത്തലെടുത്ത സമയം, രണ്ടാമത്തത് ഡിസ്ചാർജിനെടുത്ത സമയം, മൂന്നാമത്തത് അഡ്മിഷന് ശേഷം പ്രഷർ അൾസറുകൾ അല്ലെങ്കിൽ ബെഡ് സോറുകൾ ഉണ്ടായതിന്റെ നിരക്ക്. അതും ഒരു ഇതൊക്കെ നമ്മൾ ക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സൂചനകളാണ് കേട്ടോ. നെക്സ്റ്റ് നാലാമത്തെ കേട്ടോ, ഫോർത്ത് പോയിന്റ് എന്താ നോക്കിയേ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഇതാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ലാബ് ടെസ്റ്റുകളാണ് കേട്ടോ. ലാബ് ടെസ്റ്റുകള്, റേഡിയോളജി ടെസ്റ്റുകളൊക്കെയാണല്ലേ നമ്മൾ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോ ഓരോ 1000 അന്വേഷണങ്ങളിലും, 1000 അന്വേഷണം എന്ന് പറഞ്ഞാൽ ലാബ് ടെസ്റ്റ്, ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ നടത്തുന്ന പാത്തോളജി ടെസ്റ്റുകൾ, ലാബ് ടെസ്റ്റുകൾ, റേഡിയോളജി ടെസ്റ്റുകൾ, ഫിസിക്കൽ എക്സാമിനേഷൻസ്, അതൊക്കെ തന്നെയാണ് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻസിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം, അതായത് തെറ്റുകളുടെ എണ്ണം. ഒരുപാട് എല്ലാം പക്കയാവണമെന്നില്ലല്ലോ. 1000 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു 10-20 എണ്ണം മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻസിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട എററുകളുടെ എണ്ണം, തെറ്റുകളുടെ, പിശകുകളുടെ എണ്ണം, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ കൂടുതൽ എറർ വരിക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലൊരു സൈൻ അല്ല കാണിക്കുന്നത്. കൂടുതൽ എറർ വരിക എന്ന് പറയുമ്പോൾ അത്ര ക്വാളിറ്റി ഇല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഒരു പെർഫോമൻസ് അവിടെ മോശമായിരിക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. ഓക്കെ, അഞ്ചാമത്തെ കേട്ടോ, ഫിഫ്ത്ത് നോക്കിയേ, നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. ഇതാണ് നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. നിങ്ങൾ മോക്ക് ഡ്രിൽ കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും. മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യാമല്ലോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില സിറ്റുവേഷൻ നമ്മൾ മോക്ക് ഡ്രില്ലുകൾ ചെയ്യാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ വല്ല സ്ഥാപനങ്ങള് അല്ലെ, ഗവൺമെന്റ് സ്ഥാപനം എല്ലായിടത്തും ചെയ്യാറുണ്ട് മോക്ക് ഡ്രില്ല്. കേട്ടിട്ടില്ലേ നിങ്ങള്? ആദ്യമായിട്ട് കേൾക്കണാണോ മോക്ക് ഡ്രില്ല്? കേട്ടിട്ടില്ലേ മോക്ക് ഡ്രില്ലിന്ന്? എന്താണ് മോക്ക് ഡ്രില്ല്? പറഞ്ഞേ, അറിയാവുന്നവര് പറഞ്ഞേ, എന്താണ് മോക്ക് ഡ്രില്ല്? എന്താണ് മോക്ക് ഡ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്?
ട്രയൽ. ഓക്കെ, കറക്റ്റ്. ഫാത്തിമ പറഞ്ഞു ട്രയൽ ആണ്. ട്രയൽ തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ എമർജൻസി സിറ്റുവേഷൻസ് വരുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെ നമ്മൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനുള്ള ഒരു പരിശീലനം, ശരിക്കും പറഞ്ഞ ഒരു പ്രിപ്പയർനെസ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഈ പ്രത്യേകിച്ച് എന്താണ്, ഇപ്പൊ വല്ല തീപിടുത്തം ഉണ്ടാവാം, അല്ലെങ്കിൽ വല്ല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും, ഇതൊക്കെ പെട്ടെന്ന് വരുന്ന സംഭവങ്ങളാണ്. പെട്ടെന്ന് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്കൊരു പരിശീലനം കിട്ടണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് അല്ലെ. മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ ഹോസ്പിറ്റലുകളിൽ മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് മോക്ക് ഡ്രില്ലിൽ ഒബ്സർവ് ചെയ്യുന്ന വാരിയേഷൻസ്, വ്യതിയാനങ്ങളുടെ എണ്ണം. എന്താണ് പറയുന്നത്? മോക്ക് ഡ്രില്ലുകളിൽ വരുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് മോക്ക് ഡ്രിൽ എന്താന്നുള്ളത്. ക്ലിയർ ആയില്ലേ? ഒരു എമർജൻസി സിറ്റുവേഷൻ വരും, ഒരു ഫയർ എമർജൻസി വന്നു, പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ തീപിടുത്തം ഉണ്ടായി, അവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്, ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അവർക്ക് ഇവാക്യുവേറ്റ് ചെയ്യണം. അപ്പൊ അത് സംഭവിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ആളുകൾക്ക് എന്ത് ചെയ്യണം, അതിനുള്ളൊരു ട്രെയിനിങ് കൊടുക്കണം, ഒരു ട്രയൽ കൊടുക്കണം. ഫാത്തിമ പറഞ്ഞത് അതാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പ്രകാരമാണ് ഹോസ്പിറ്റലുകളിൽ മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ നിന്നും വരുന്ന ചില വ്യതിയാനങ്ങളുടെ എണ്ണം അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ ഒരു ഫയർ എമർജൻസിന്റെ ഒരു മോക്ക് ഡ്രില്ല് കണ്ടക്ട് ചെയ്യണം. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഫയർ എമർജൻസി വന്നാൽ എങ്ങനെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു മോക്ക് ഡ്രില്ല് കൊടുക്കുകയാണ്. അപ്പൊ മോക്ക് ഡ്രില്ലിന് ഒരു കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അവർ പറയുന്നുണ്ട്. അതായത് അലാം അടിക്കുന്നു. ഓക്കെ, അലാം അടിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ആളുകള് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇവാക്യുവേറ്റ് ചെയ്ത് എവിടേക്ക് എത്തണം, പുറത്തോട്ട് എത്തണം. അതാണ് മോക്ക് ഡ്രില്ല് ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അതാണ്. ഓക്കെ, എക്സാമ്പിളിന് വേണ്ടി പറയുന്നുണ്ട്, ഒരു ഫയർ വന്നു കഴിഞ്ഞാല് ആ അലാം അടിക്കുന്ന സമയത്ത് തന്നെ വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ അവിടുത്തെ ആളുകൾ എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിന്റെ പുറത്തോട്ട് കിടക്കണം. അതാണ് മോക്ക് ഡ്രില്ല്. പക്ഷെ ഇതിന്റെ ഒരു ട്രയല് മോക്ക് ഡ്രില്ല് ചെയ്തപ്പോ, ട്രയലാണല്ലോ മോക്ക് ഡ്രില്ല്, അത് നടത്തി കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? അലാം അടിക്കാനായിട്ട് ഒരു 2 മിനിറ്റ് ടൈം അധികം വന്നു. അലാം പെട്ടെന്ന് അടിച്ചില്ല, അലാം അടിക്കാനായിട്ടൊരു 2 മിനിറ്റ് വൈകിപ്പോയി. അത് മാത്രമല്ല, ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്തത് 5 മിനിറ്റ് കൊണ്ടല്ല 7 മിനിറ്റ് കൊണ്ടാണ് ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്തുണ്ടായി? 5 മിനിറ്റിനുള്ളിൽ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നുള്ള ആ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ നിന്നും വ്യത്യാസം വന്നു, വേരിയേഷൻ വന്നു. 7 മിനിറ്റ് കൊണ്ടാണ് ആളുകൾ ഇതായത്. മാത്രമല്ല, അലാം പറഞ്ഞ പോലെ പെട്ടെന്ന് അടിച്ചില്ല. അലാം ഓൺ ചെയ്തെങ്കിൽ അത് അതിന്റെ സൗണ്ട് വരാനായിട്ട് 2 മിനിറ്റ് ലാഗ് വന്നു അല്ലെ. അപ്പൊ അതൊക്കെ സാധാരണ മോക്ക് ഡ്രില്ല് കണ്ടക്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ നിന്നും വരുന്ന വ്യതിയാനങ്ങൾ, അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അതേ ഡേഞ്ചറസ് സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ, നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാവില്ലേ, പ്രകൃതി ദുരിതങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് വരുന്ന നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്ന് പോകരുത്. പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലുള്ള ആളുകള് പരിശീലനം കൊടുക്കണം. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിൽ അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാര്യം നമുക്കറിയില്ല, എപ്പോ വേണമെങ്കിലും ഒരു തീപിടുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ്. ആ സിറ്റുവേഷനെ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യണം എന്ന ആളുകൾക്ക് കൊടുക്കുന്ന പരിശീലനമാണ് മോക്ക് ഡ്രില്ല്. അതിനൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. അത് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ നിന്നും വന്നിട്ടുള്ള വ്യതിയാനങ്ങളുടെ എണ്ണം, അത്തരം എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. ഓക്കെ, അടുത്തത് കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്, percentage of adherence to the safety precautions by the staff working in diagnostics. ഇതാണ് percentage of adherence. Adherence എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. To safety precautions by the staff working in diagnostics. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ. ഡയഗ്നോസ്റ്റിക് വിഭാഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ലാബ്, റേഡിയോളജി, ഇതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് വിഭാഗം അല്ലെ. അപ്പൊ ഇത്തരം ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകള് അതിൽ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നുണ്ട്, എത്ര ആളുകൾ സുരക്ഷിതത്വ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നുണ്ട് എന്നതിന്റെ ശതമാനം, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ ഓൾറെഡി ലബോറട്ടറി പഠിച്ചു, നിങ്ങൾ റേഡിയോളജി പഠിച്ചു, അതിലൊക്കെ നിങ്ങൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് തന്നെ പഠിക്കുന്നുണ്ട് അല്ലെ. ലാബിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും കൃത്യമായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് വളരെയധികം പാലിക്കണം. അപ്പൊ അങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന ആളുകളുടെ ശതമാനം, എത്ര സ്റ്റാഫുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാവരും അത് പാലിക്കുന്നുണ്ടോ, ചിലവർ ചിലപ്പോ ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പൊ പാലിക്കുന്നവരുടെ ശതമാനം, അതൊക്കെ എന്താണ് ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാനുള്ള നല്ല നല്ല സൂചനകളാണ്. ഓക്കെ,
അപ്പൊ അധികം ആളുകൾ പാലിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് മോശം പെർഫോമൻസിനെയാണ് അത് കാണിക്കുന്നത്. കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? അത് നല്ലൊരു ക്വാളിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായോ? പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ ദ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, ക്ലിയർ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻസ്. എന്താണ് പറയുന്നത്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻസ് അല്ലെ. അതായത് ഈ പറയുന്ന എറർ പ്രോൺ അബ്രിവിയേഷൻ, എറർ വരാൻ, തെറ്റ് വരാൻ സാധ്യതയുള്ള ചില ചുരുക്കെഴുത്തുകളോട് കൂടിയിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. തെറ്റ് വരാൻ സാധ്യതയുള്ളതെന്നേ പറയുള്ളൂ, തെറ്റ് വരുമെന്ന് നമ്മൾ പറഞ്ഞില്ല. തെറ്റ് വരാൻ, എറർ പ്രോൺ ആയിട്ടുള്ളതാണ്, തെറ്റ് വരാൻ സാധ്യതയുള്ള ചില അബ്രീവിയേഷൻസ്, ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണമല്ല, മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അതായത് ഒന്ന് പറയാം, ഇപ്പൊ നമ്മൾ ചില മെഡിക്കേഷൻ ചാർട്ടുകൾ, ഒരു മെഡിസിൻ എങ്ങനെ ഉപയോഗിക്കണം, മനസ്സിലായില്ലേ? മനസ്സിലായില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം, ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. അതായത് നമ്മൾ ചിലപ്പോൾ ഒരു മെഡിക്കേഷൻ ചാർട്ട്, അതായത് മരുന്നുകളുടെ ഒരു ചാർട്ട് എഴുതുന്ന സമയത്ത്, പ്രിസ്ക്രിപ്ഷൻ ആയാലും പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്തായാലും നമ്മൾ ചില അബ്രീവിയേഷൻസ് അതിൽ ഉപയോഗിക്കും. ചില ചുരുക്കെഴുത്തുകൾ, നമ്മൾ മെഡിക്കൽ ടെർമിനോളജി കഴിഞ്ഞതല്ലേ, അബ്രീവിയേഷൻ ചുരുക്കെഴുത്തുകൾ നമ്മൾ ഉപയോഗിക്കും. ചില മരുന്നുകൾ എഴുതുമ്പോൾ നമ്മൾ എന്താണ് എഴുതാം? ഇപ്പൊ ക്യൂഡിനെ ഇതൊരു എക്സാമ്പിൾ എഴുതാം, ശ്രദ്ധിച്ചു കേൾക്കാം. ക്യൂഡി, സ്മോൾ ക്യൂവും ക്യാപിറ്റൽ ഡിയും. ക്യൂഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഡെയിലി എന്നാണ് അർത്ഥം. ഡെയിലി എടുക്കുക എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ ആ ക്യൂ ഡി എന്നുള്ള അബ്രീവിയേറ്റഡ് ഫോമിനെ ചിലപ്പോൾ നമുക്ക് ക്യൂ ഐ ഡി എന്ന് വേണമെങ്കിൽ തെറ്റായിട്ട് വായിക്കാം. അങ്ങനെ സാധ്യതയുണ്ട്. ഇപ്പൊ ക്യൂ ഡി എന്ന് പറയുന്നത് ക്യൂ ഐ ഡി എന്ന് പറയുമ്പോഴും ഏകദേശം ഒരുപോലെ, നമുക്ക് കാണുമ്പോൾ ഏകദേശം അബ്രീവിയേഷൻ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപോലെ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ വ്യത്യാസമുണ്ട്. ക്യൂ ഡി എന്ന് പറയുന്നത് ഡെയിലി എന്നാണ് അർത്ഥം. ക്യൂ ഐ ഡി എന്ന് ഒരു ഐ കയറി വന്ന എന്താ വ്യത്യാസം എന്നറിയോ? 4 times a day എന്നാണ് അർത്ഥം. അതായത് ദിവസത്തിൽ 4 പ്രാവശ്യം. രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലെ. ഡെയിലി എടുക്കേണ്ട മരുന്ന് എന്ന് പറഞ്ഞാലും ഒരു ദിവസം 4 പ്രാവശ്യം എടുക്കേണ്ട മരുന്ന് എന്ന് പറഞ്ഞാലും രണ്ടും തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ചില അബ്രീവിയേഷൻസ് എററിന് സാധ്യതയുള്ള അബ്രീവിയേഷൻ ആണ്. ഓക്കെ, എല്ലാതും അല്ല, ചിലത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് മില്ലിഗ്രാം, ഇത്ര മില്ലിഗ്രാം, mg, സ്മോൾ എമ്മും സ്മോൾ ജിയും ആണ് നമ്മൾ ഉപയോഗിക്കുക. മില്ലിഗ്രാമിന് നമ്മൾ സ്മോൾ എമ്മും സ്മോൾ ജിയും ആണ് ഉപയോഗിക്കുക. മില്ലിഗ്രാം അതെങ്ങാനും നമ്മൾ അറിയാണ്ട് എഴുതി പോയി, അല്ലെങ്കിൽ നമ്മൾ വായിച്ചതിൽ ഒരു മിസ്റ്റേക്കില് ക്യാപിറ്റൽ എമ്മും സ്മോൾ ജി ആണെങ്കിൽ അത് മെഗാഗ്രാം ആയിട്ട് മാറി. മനസ്സിലായി? അപ്പൊ രണ്ടും തമ്മിൽ എന്തൊരു വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയേ. മില്ലിഗ്രാം എന്ന് പറയുന്നതും മെഗാഗ്രാം എന്ന് പറയുന്നത് ഭയങ്കര ഒരു അളവിന് വലിയ വ്യത്യാസം വരുന്നുണ്ട്. അത്തരത്തില് ഈ പറയുന്ന ചില ചുരുക്കെഴുത്തുകളെങ്കിലും നമുക്ക് മിസ്ഇന്റർപ്രറ്റ് ചെയ്യാം, നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം, നമുക്ക് തെറ്റ് വരാം. ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡോക്ടർ എഴുതി കൊടുക്കുന്ന കാര്യം ചിലപ്പോൾ ഫാർമസിയിൽ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ മില്ലിഗ്രാം അറിയാതെ ചിലപ്പോൾ മൈക്രോഗ്രാം, ഒരു സ്മോൾ എന്നുള്ളത് ക്യാപിറ്റൽ എം ആയി കഴിഞ്ഞാൽ വ്യത്യാസമായി, അതൊരു വലിയ വ്യത്യാസം വന്നു അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ എറർ പ്രോൺ ആയിട്ടുള്ള, അതായത് തെറ്റ് വരാൻ സാധ്യതയുള്ള ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകൾ, അതിന്റെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആയോ എന്താന്നുള്ളത്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ, എറർ വരാൻ സാധ്യതയുള്ള ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പൊ മില്ലിഗ്രാമിന് അറിയാതെ മൈക്രോഗ്രാം, മെഗാഗ്രാം, സ്മോൾ എം ക്യാപിറ്റൽ എം ആയിക്കഴിഞ്ഞ വ്യത്യാസമായി അവിടെ. ക്യൂ ഡി ഡെയിലി എടുക്കേണ്ട ഒരു മരുന്നാണ്. അത് പ്രിന്റ് ചെയ്ത് വായിച്ചൊക്കെ വന്ന് എനിക്ക് ക്യൂ ഐ ഡി ആയി മാറി. അതായത് ക്യൂ ഡി എന്നുള്ള കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരുപോലെ ഫീൽ ചെയ്യും, പക്ഷെ രണ്ടും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അത്തരത്തിൽ എറർ വരാൻ സാധ്യതയുള്ള ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് എന്താണ് അടുത്തത്? പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്. അതുകൊണ്ട് വായിക്കാണ്. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്, അതായത് പ്രതികൂലമായിട്ടുള്ള ചില മരുന്നിന്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്ന ഇൻപേഷ്യൻസിന്റെ ശതമാനം.
ഇപ്പൊ സാധാരണ നമ്മൾ ഇപ്പൊ എല്ലാ ഡോക്ടേഴ്സും നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ, നമ്മൾ മരുന്നൊക്കെ എഴുതുമ്പോൾ ഡോക്ടർമാർ ചോദിക്കും എന്തെങ്കിലും അലർജി ഉണ്ടോ, നിങ്ങൾക്ക് എന്തിനെങ്കിലും അലർജി ഉണ്ടോ എന്ന് മിക്കപ്പോഴും എല്ലാ ഡോക്ടർമാരും ഇപ്പൊ ചോദിക്കാറുണ്ട് അല്ലെ. ചില മരുന്നുകൾ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, ചിലത് കഴിക്കുമ്പോൾ ചിലപ്പോൾ വല്ല എന്താ പറയാ അലർജിക് ആയിട്ട് വല്ല തടിക്കോ അല്ലെങ്കിൽ വല്ല ചൊറിച്ചിലോ അങ്ങനെയൊക്കെ വരുന്ന കേസുകളുണ്ട്. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്, പ്രതികൂലമായിട്ട് ഈ പറയുന്ന മരുന്ന് റിയാക്ഷൻസ് ഉണ്ടാകുന്ന ഇൻ പേഷ്യൻസിന്റെ ശതമാനം, എത്ര ആളുകളിൽ അങ്ങനെ പ്രതികൂലമായിട്ടുള്ള മരുന്നിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് പെർസെന്റേജ് ഓഫ് ഇൻ പേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്. അടുത്തത് കേട്ടോ, അടുത്തത് ഇതാണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. OT എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ്? പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. അതായത് ഈ പറയുന്ന അൺപ്ലാൻഡ് ആയിട്ട് ആകസ്മികമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു പോകേണ്ടി വന്ന കേസുകളുടെ ശതമാനം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ആദ്യം ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടാവും ഓപ്പറേഷൻ തിയേറ്ററിൽ, അത് കഴിഞ്ഞ് ആ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ രോഗിക്ക് വീണ്ടും എന്തെങ്കിലും ഒരു ഇമീഡിയറ്റ് ആയിട്ട് വല്ല ബുദ്ധിമുട്ട് വരികയാണ്, അതിനെ തുടർന്ന് വീണ്ടും എന്താണ് ചിലപ്പോ ഒരു രണ്ടാമതൊരു സർജറി ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണ്. അത് ആകസ്മികമായിട്ട് വരുന്നതാണ്, അൺപ്ലാനഡ് ആയിട്ട് വരുന്നതാണ്. ചിലപ്പോൾ ആദ്യം സർജറി ചെയ്തു, ആ സർജറിയിൽ ചിലപ്പോൾ ഉപയോഗിച്ച മെറ്റീരിയൽ ചിലപ്പോൾ അവർക്ക് പറ്റുന്നില്ല, ആ ഒരു മെറ്റീരിയൽ കൊണ്ട് പിന്നീട് വല്ല സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വന്നു, മറ്റേതെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ വീണ്ടും ചിലപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് രണ്ടാമതൊരു സർജറി നടത്തേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അതിലെ മെറ്റീരിയലുകളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു സർജറി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം. അല്ലെങ്കിൽ വേണ്ട, സർജറി കഴിഞ്ഞ് പേഷ്യന്റിനെ മാറ്റുമ്പോൾ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, വീണ്ടും നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. ഓക്കെ, അതൊക്കെ ആകസ്മികമായിട്ട് വരുന്ന കേസുകളാണ്, റെയറാണ് അങ്ങനെ വരുന്നത്, എന്നാലും വരാലോ. അതാണ് ഇവിടെ പറയുന്നത് അൺപ്ലാനഡ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു പോകേണ്ടി വന്ന കേസുകളുടെ ശതമാനം. അതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്ന? ക്വാളിറ്റിനെയാണ്. വേണ്ടത്ര രീതിയിലുള്ള പേഷ്യന്റ് സേഫ്റ്റി എടുക്കാതെ ക്വാളിറ്റി ഇല്ലാണ്ടുള്ള കേസുകളിലൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. അങ്ങനെയുള്ള കേസുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി സേഫ്റ്റി ഒക്കെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് കേട്ടോ പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ഓക്കെ, അടുത്തത് കേട്ടോ, അടുത്തത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്തൊരു പോയിന്റ് കൂടെ പറയാണ്, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. ഇതാണ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. ഇതാണ് നിയർ മിസ്സസ് എന്ന് പറയാ, നമ്മൾ പറയില്ലേ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എന്നതുപോലെ ഒരു സംഭവമാണ്. അതായത് ഒരു പേഷ്യന്റിന് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ട്രീറ്റ്മെന്റില് ഉണ്ടാവാനിടയുള്ള ചില തെറ്റുകളാവാം, ചില എന്താ പറയാ തെറ്റുകളാവാം, ചില പെശകുകളായിരിക്കാം. പക്ഷെ ഭാഗ്യവശാലും ഫോർച്ചുനേറ്റ്ലി പേഷ്യന്റിന് അത് വേറെ ദോഷമൊന്നും വരുത്തുന്നില്ല. അങ്ങനെയുള്ള കേസുകൾ അതാണ് നിയർ മിസ്സസ് എന്ന് പറഞ്ഞത്. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാൽ അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകാൻ ഇടയുള്ള ചില തെറ്റുകളാണ്. ആ തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പെശകുകളായിരിക്കാം. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഭാഗ്യവശാൽ രോഗിക്ക് അത് ഒരു കാരണവശാലും ദോഷം വരുന്നില്ല. ഒരു ചെറിയൊരു ഇതിന്റെ പേരിൽ വേറെ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് രോഗി രക്ഷപ്പെട്ടു പോവുക. അങ്ങനെയുള്ള കേസ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ, അങ്ങനെ നടന്നിട്ടല്ല. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റിന് സർജറിക്ക് വിധേയമാക്കുകയാണ്. അപ്പൊ സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവരികയാണ്. അയാൾക്ക് സർജറി ചെയ്യേണ്ടത് ആമിന്റെ ഭാഗത്താണ്. എന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ ഈ ഒരു ആമിന്റെ ഭാഗത്താണ് അയാൾക്ക് സർജറി ചെയ്യേണ്ടത്. പക്ഷെ ഡോക്ടർ അതായത് സർജൻ അറിയാതെ റിസ്റ്റിന്റെ ഭാഗത്ത്, റിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കൈത്തണ്ടയുടെ ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അയാൾ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ആമിന്റെ ഭാഗത്ത് ചെയ്യുന്ന സർജറിയാണ്. സർജൻ പെട്ടെന്ന് എന്തോ ശ്രദ്ധിച്ചില്ല, അദ്ദേഹം റിസ്റ്റിന്റെ അവിടെ ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ, അതിനുള്ള തയ്യാറെടുപ്പുകൾ സർജൻ നടക്കുകയാണ്. നടത്തുന്ന സമയത്ത് പെട്ടെന്ന് അനസ്തേഷ്യോളജിസ്റ്റിന്റെ ശ്രദ്ധയിൽ അത് പെടുകയും അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടറോട് പറയാണ് ഇതിങ്ങനെ ഒരു അലർട്ട് ചെയ്യാണ്, ഇവിടെയല്ല റിസ്റ്റിന്റെ അവിടെയല്ല ആമിന്റെ അവിടെയാണ് എന്ന് പറയുകയാണ്. വെറുതെ ചുമ്മാ ഒന്ന് സങ്കല്പിക്കും അങ്ങനെ ഒരു കാര്യം. അപ്പൊ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ആ സർജറിയിൽ ഒരു പക്ഷെ സംഭവിക്കാനിടേണ്ട ഒരു പ്രതികൂല സംഭവമായിരുന്നു അത്, ഒരു തെറ്റായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യവശാൽ ആ ഒരു സമയം കൊണ്ട് അത് ശ്രദ്ധയിൽ പെടുകയും അതിന് പെട്ടെന്ന് നമുക്കത് സേവ് ചെയ്യാനായിട്ട് പറ്റി. രോഗിക്ക് എന്തെങ്കിലും നഷ്ടം വന്നതുകൊണ്ട് ഇല്ല, രോഗിക്ക് വേറെ ദോഷമൊന്നും വന്നില്ല. അതാണ് ഉദ്ദേശിച്ചത് നിയർ മിസ്സസ്. അതായത് ഈ ഒരു ട്രീറ്റ്മെന്റ് സമയത്ത് സംഭവിക്കുന്ന ചില പിശകുകളായിരിക്കാം, മറ്റു ചില പ്രതികൂല സംഭവങ്ങളായിരിക്കാം. ഫോർച്ചുനേറ്റ്ലി അത് രോഗിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷം വരുത്തും. നിയർ മിസ്സാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടു പോകില്ലേ. അങ്ങനെയുള്ള കേസുകളുടെ
ശതമാനമാണ് അവിടെ പറയുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് അങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അല്ലെ. ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ടൊക്കെയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക കേട്ടോ. അപ്പൊ അതാണ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. ക്ലിയർ ആയോ? ഇനി ഇത്രയും മതി കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് ഉള്ളത് അടുത്ത ക്ലാസ്സിലായിട്ട് പറയാം. ഇത് ഈ 32 എണ്ണം പഠിച്ചു കഴിഞ്ഞിരുന്നത് അത് തന്നെയാണ് ഇനി ഇവിടെയൊക്കെ പറഞ്ഞു പോകുന്നത്. അത് തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ കോമൺ ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് മൊത്തത്തിൽ പറയുന്നു. അത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ബേസ് ചെയ്തിട്ട് പറയുന്നു. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഇതേ പോയിന്റുകളൊക്കെ തന്നെയാണ് അവിടെ വരുന്നത്. 1-2 പോയിന്റുകൾ മാത്രം എക്സ്ട്രാ കയറി വരുന്നുണ്ട്. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് മറ്റേ ചാപ്റ്റർ എടുക്കാം, ക്വാളിറ്റി മാനേജ്മെന്റ് എടുക്കാം. എന്തായാലും രണ്ടും ഒരുമിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണക്ഷനും കിട്ടും. കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഫോളോ ചെയ്യാൻ വേണ്ടിട്ടാ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ശരി. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. എല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എല്ലാവരോടും ആലോചിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.